മുഴുവൻ പിരിച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ. നമുക്കിവിടെ പണം തരുന്നില്ല. പണം തന്നാൽ ഇവിടെ ചെയ്തോളാം. പണം തരുന്നില്ലല്ലോ. അപ്പൊ സ്റ്റാർട്ടപ്പിന് എന്തിനാ കേന്ദ്ര പൈസ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഇവിടെ സംരംഭം ഇവിടെ സൗകര്യം വേണം, ഇവിടെ സൗകര്യം വേണം, ഇവിടെ സൗകര്യം വേണം, ഇവിടെ അല്ല ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സാറൊന്ന് പോയി നോക്കുക. അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാം കേന്ദ്രം തരണം. എന്നാ പിന്നെ കേരളം ഭരിച്ചോളാം. എന്നാ കേരളത്തെ കേന്ദ്ര ഭരണ പ്രദേശമാക്കൂ സാർ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് പോകുന്ന നികുതി ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ പണം. ഇപ്പൊ കേന്ദ്രം തന്നിട്ടല്ലോ ഇതൊന്നും നടപ്പിലാക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ സാർ സ്റ്റാർട്ടപ്പ് ഇത്രയും കേരളത്തിൽ വന്നത്. എന്താ ചെയ്ത കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ എന്താ ചെയ്തതെന്ന് ഒന്നും ബിൽഡിംഗ് പണിയണം, ഞങ്ങൾ തന്നെ വെള്ളം കൊടുക്കണം, ഞങ്ങൾ തന്നെ ഈ അടിസ്ഥാന സൗകര്യം മുഴുവൻ വികസിപ്പിക്കണം. 1 രൂപ തരൂല, ലോൺ എടുക്കാൻ സമ്മതിക്കൂല, നികുതി തരൂല, ഒന്നും തരൂല. എന്നിട്ട് പറയാ നരേന്ദ്രമോദി സർക്കാരാണ് പ്രൊജക്ട് കൊണ്ടുവന്നത്. എവിടുത്തെ ന്യായം? ഇത് ആ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ്. അല്ലല്ല, അത് പേര് മാറ്റിയിരുന്ന ഇവിടെയാണ്. അവസാനം PM ശ്രീ അടക്കമുള്ള പദ്ധതി എല്ലാം അവസാനം ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയും ചെയ്യും. ബ്രാൻഡിങ് പറ്റില്ല എന്ന് ആദ്യം പറയും, അത് കഴിഞ്ഞിട്ട് സമ്മതിക്കും. കണ്ടിട്ടില്ല നമ്മുടെ ഇടയ്ക്ക് പേര്.